ശമൂവേലിന്റെ 1-ാം പുസ്തകം 23-ാം അധ്യായം 13-ാം വാക്യം. അപ്പോൾ ദാവീദും 600 പേരോളമുള്ള അവന്റെ ആളുകളും കെയീലയെ വിട്ട് പുറപ്പെട്ട് തരം കണ്ടയിടത്ത് സഞ്ചരിച്ചു. കെയീല എന്ന പട്ടണം ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുന്നുവെന്ന് ദാവീദ് അറിഞ്ഞു. ശൗൽ രാജാവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ദാവീദും കൂടെയുള്ളവരും ഒളിച്ചു പാർക്കുന്ന സമയമായിരുന്നു അത്. തന്റെ സ്വജനമായ കെയീല നിവാസികൾ ആക്രമിക്കപ്പെടുന്നുവെന്ന് കേട്ടപ്പോൾ ദാവീദ് അവരെ രക്ഷിക്കേണ്ടതിന് തനിക്കൊപ്പമുണ്ടായിരുന്നവരെ കൂട്ടി പുറപ്പെട്ടു. ശത്രുക്കളിൽ നിന്ന് കെയീലയെ രക്ഷിച്ചു. എന്നാൽ ദാവീദും കൂടെയുള്ളവരും കെയീലയിൽ വന്നതറിഞ്ഞ ശൗൽ യുദ്ധത്തിന് പുറപ്പെട്ടു. തന്റെ ജീവൻ അപകടത്തിലായതറിഞ്ഞ ദാവീദ് താൻ കെയീലയെ രക്ഷിച്ചതിനാൽ അവർ തങ്ങളെ സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. തുടർന്ന് ദാവീദ് അവിടെ നിന്ന് ഓടിപ്പോയി. പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ദാവീദ് കെയീലയെ രക്ഷിച്ചത്. പക്ഷേ തനിക്ക് അപകടം വന്നപ്പോൾ അവർ പ്രത്യുപകാരം ചെയ്യുമെന്ന് താൻ വെറുതെ ചിന്തിച്ചു. നമ്മോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഏതു നന്മയും ആർക്കും ചെയ്യാൻ നാം മടിക്കരുത്. തിരികെ ഉപകാരം പ്രതീക്ഷിക്കുകയും അരുത്. നമ്മുടെ ആവശ്യ നേരത്ത് പ്രത്യുപകാരം ലഭിക്കാത്തതിനാൽ നിരാശപ്പെടുകയോ അവരെ വെറുക്കുകയോ അരുത്. നമ്മെ സംരക്ഷിക്കുകയും പുലർത്തുകയും ചെയ്യുന്നത് ദൈവമാണെന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. മനുഷ്യരിൽ ആശ്രയം വയ്ക്കരുതെന്ന ഒരു വലിയ സന്ദേശം ഒരിക്കൽ കൂടെ ദൈവം നൽകുകയാണ് ഈ സംഭവത്തിലൂടെ. ദൈവം അനുവദിക്കുന്ന ഏതു സാഹചര്യത്തെയും സന്തോഷത്തോടെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ നമ്മുടെ പിൽക്കാലം അനുഗ്രഹപൂർണമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.